ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂർക്കത്തല നടുന്ന വീഡിയോ ആണ് കേട്ടോ. കൂർക്കക്കിഴങ്ങല്ല, കൂർക്കത്തല. ഇതുപോലെ കൂർക്കത്തല ആക്കിയിട്ട് വേണം നമ്മൾ കൂർക്ക കൃഷി ചെയ്യാനായിട്ട്. ഇത് നമ്മൾ ഈ കൂർക്കത്തല ഉണ്ടാക്കാനായിട്ട് ഒരു 2 മാസം മുമ്പേ നമ്മൾ കൂർക്കകൾ പാകി ഇതേപോലെ വള്ളി ഇതുപോലെ ആക്കി എടുത്തതിന് ശേഷം വേണം നമ്മളിത് മുറിച്ച് മണ്ണിലോട്ട് നട്ടു കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് കൂർക്കക്കിഴങ്ങ് ഉണ്ടാകുന്നത്. കൂർക്കക്കിഴങ്ങ് നട്ടാൽ കൂർക്കക്കിഴങ്ങ് ഉണ്ടാവില്ല. ഇതേപോലെ തലകളാക്കിയതിന് ശേഷം മുറിച്ച് നടണം. നമ്മൾ ഈ മധുരത്തലയൊക്കെ നട്ടില്ലേ, മധുരക്കിഴങ്ങ് നട്ടിട്ട് അതിൻ്റെ വള്ളി ഉണ്ടാക്കിയിട്ട് ആ വള്ളി മുറിച്ചിട്ടല്ലേ നമ്മൾ മധുരക്കിഴങ്ങ് നട്ടത്, അതേ രീതി തന്നെയാണ് കൂർക്കക്കിഴങ്ങിനും കേട്ടോ. അപ്പോൾ ഈ കൂർക്കക്കിഴങ്ങ് പാകി ഇതേപോലെ വള്ളിയാക്കിയെടുക്കുക. അതിന് ശേഷം ഇത് മുറിച്ച് നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് 2 രീതിയിൽ നടാം. ഒന്നുകിൽ ഗ്രോ ബാഗുകളിലോ ക്യാനുകളിലോ നടാം. അല്ലാന്നുണ്ടെങ്കിൽ മണ്ണിൽ ഇഞ്ചിയും മഞ്ഞളൊക്കെ നമ്മൾ വാരം കോരി നടുല്ലേ, അതേ രീതിയിലും നമുക്ക് നട്ടു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4-5 ക്യാനിലാണ് നട്ടു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നട്ടു കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ കൂർക്കത്തല നടാനായിട്ട് പോട്ടി മിക്സ് റെഡിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്ക്, നമ്മുടെ അടുക്കളയിൽ വരുന്ന പച്ചക്കറി വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കിയതുണ്ടല്ലോ, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിന് മണ്ണിന് ഇളക്കം കിട്ടാനായിട്ട് ചകിരിച്ചോറോ മണലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചിന്തേറ് പൊടി പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും നമ്മുടെ മണ്ണിന് ഇളക്കം കിട്ടാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഞാനിതിലോട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ക്യാനുകളിലെല്ലാം വെള്ളം പോകാനായിട്ട് ഇത് കണ്ടോ, ഇതേപോലത്തെ ചിന്തേറ് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ചിന്തേറ് പൊടി നമ്മൾ വെറുതെ കഴുകി വാരി ഇട്ടേർന്നാൽ മതി. അത് നമുക്കിതുപോലെ വളത്തിന് വേണ്ടിയിട്ടല്ലല്ലോ, വെള്ളം വാർന്നു പോകാനും അതേപോലെ തന്നെ മണ്ണിന് ഇളക്കം കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓരോ ക്യാനിലോട്ടും ഇതേപോലെ നിറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു പകുതി ക്യാനോളം നമ്മളിതുപോലെ തന്നെ നിറച്ച് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ വളം ചേർക്കണം നമ്മൾ ആദ്യമേ നട്ടു കൊടുക്കുമ്പോൾ, എന്നാലാണ് കൂർക്കത്തല നല്ല ഉഷാറായിട്ട് വളർന്നു വരുള്ളൂ. നല്ല രീതിയിൽ വളർന്നു വന്നാലാണ് അതിൽ കൂർക്കക്കിഴങ്ങ് നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അരഭാഗത്തോളം നിറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഈ അടിയിലിട്ട് കൊടുത്തേക്കുന്ന ചിന്തേറുപൊടി അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഒതുങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന പോട്ടി മിക്സ് ഒരു അര പാത്രത്തോളം ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും വെച്ചിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതിലെല്ലാത്തിലും ഇതൊന്ന് നിറച്ച് കൊടുക്കാം. നമ്മൾ കൂർക്കത്തല നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കൂർക്കത്തല എടുക്കുമ്പോൾ ഇത് കണ്ടോ, ഇത്രയും നീളമുള്ള കൂർക്കത്തലയായിരിക്കും. അപ്പോൾ അത് ഇതിൻ്റെ ഈ മുകൾ ഭാഗം മാത്രം മണ്ണിൻ്റെ മുകളിൽ നിന്നാൽ മതി. ഇലയുള്ള ഭാഗം കണ്ടോ, അത് മാത്രം മുകളിലോട്ട് നിന്നാൽ മതി. ഈ തണ്ടെല്ലാം മണ്ണിൻ്റെ അടിയിലോട്ട് പോകണം. അപ്പോൾ അത്രയും നീളത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. മണ്ണൊന്ന് നീളത്തിൽ നമ്മൾ കൈകൊണ്ട് തന്നെ ചെറിയൊരു തോട് പോലെ എടുത്തിട്ട് ഈ തണ്ട് ഭാഗം എല്ലാം മണ്ണിൻ്റെ അടിയിലേക്ക് പോകത്തക്ക രീതിയിൽ നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഈ ക്യാനുകളിലെല്ലാം ഞാൻ ഇതേപോലെ 3 തണ്ട് വെച്ചിട്ടാണ് നട്ടു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതിലെല്ലാം നട്ടിട്ടുണ്ട് കണ്ടോ, ഇതിലെല്ലാം 3 തണ്ട് വെച്ച് നട്ടു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോക്സുകളുണ്ടല്ലോ, ഈ ഫ്രൂട്ട്സൊക്കെ വരുന്ന ബോക്സുകൾ, ഇതൊക്കെ നമുക്ക് ആക്രിക്കടകളിൽ വളരെ വിലക്കുറവിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഇതേപോലത്തെ 3 തണ്ട് വെച്ച് 3 എണ്ണം നട്ടു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ക്യാനുകളിലെല്ലാം നമ്മൾ ഓരോ 3 തണ്ട് വെച്ചിട്ട് ഒരു സ്ഥലത്തേ നട്ടു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി. തണ്ട് കുറച്ച് ഭാഗം മണ്ണിൻ്റെ അടിയിലേക്ക് നമുക്ക് പോകാനായിട്ട് കൈകൊണ്ട് തന്നെ നമ്മളൊന്ന് ചെറിയ തോടുണ്ടാക്കിയിട്ട് ഈ തണ്ട് മാത്രം മണ്ണിൻ്റെ അടിയിലേക്ക് പോവുക. ഇതിൻ്റെ തലപ്പുകൾ മുകളിലോട്ട് നിവർന്ന് നിൽക്കാൻ പാകത്തിന് വേണം നമ്മൾ മണ്ണിട്ട് കൊടുക്കാനായിട്ട്. ഇത് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേനും ഈ ഇലകളില്ലാത്ത തണ്ടുണ്ടല്ലോ, അതിലൊക്കെ ഇലകൾ വന്നു തുടങ്ങും. നല്ല ബുഷിയായിട്ട് വളർന്നു വരികയും ചെയ്യും കേട്ടോ. വളരെ കുറഞ്ഞ കാലയളവിൽ നമുക്ക് പെട്ടെന്ന് വിളവ് കിട്ടുന്ന ഒരു പച്ചക്കറിയും കൂടിയാണ് ഈ കൂർക്ക എന്ന് പറയണത്. അപ്പോൾ നമുക്ക് വളരെ ഒത്തിരി നാളത്തെ ഒരു 3 മാസം കൊണ്ട് തന്നെ നമുക്കിത് നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. നമ്മൾ പച്ചക്കറി തോട്ടത്തിൽ നമ്മുടെ ബന്ദി തൈ നട്ടിരുന്നില്ലേ, ചെണ്ടുമല്ലി. അപ്പോൾ ഇതൊക്കെ ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 5 ഇല പരുവായിപ്പോൾ അതിൻ്റെ കൂമ്പൊക്കെ നുള്ളി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് വളവും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബന്ദിയുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇതിൻ്റെ കൂമ്പ് നുള്ളി കൊടുത്തപ്പോൾ ഒരു 4-5 ശിഖരങ്ങളായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നുള്ളി കൊടുത്ത ഭാഗമുണ്ടല്ലോ, അത് വെച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു പുതിയ തൈയായിട്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ട് ചെയ്ത് കളയുന്ന ഭാഗം നമുക്ക് നട്ടു കൊടുക്കാനും പറ്റും. അപ്പോൾ ഇതേപോലെ മുട്ടൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇതിലൊക്കെ മുട്ടായി കണ്ടോ, നല്ല രസമുണ്ട്. നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ കാണാനും ഒരു ഭംഗിയാണല്ലോ. നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് നട്ടു കൊടുത്തതല്ല, പക്ഷേ കണ്ടോ, പൂവൊക്കെ ആയി നിൽക്കുമ്പോൾ കാണാൻ നല്ല രസമല്ലേ. പച്ചക്കറി തോട്ടത്തിൽ നമ്മൾ ഇതേപോലത്തെ ബന്ദിത്തൈകളൊക്കെ നട്ടു കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കീടങ്ങളെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂർക്കത്തല നട്ടു കൊടുക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു പച്ചക്കറിയാണ് കൂർക്കത്തല. മധുരക്കിഴങ്ങ് പോലെ നമ്മൾ കൂർക്കക്കിഴങ്ങ് നട്ട് ഇതുപോലെ തണ്ടുകളാക്കി എടുക്കുക. അതിനുശേഷം ഒരു 2 മാസം 2.5 മാസം കഴിയുമ്പോൾ നമുക്ക് ഇത്രയും നീളമുള്ള തണ്ടുകളാവും. ആ തണ്ടുകൾ മുറിച്ച് നമ്മൾ മണ്ണിലോട്ട്, നല്ല ഇളക്കമുള്ള മണ്ണിലോട്ട് വേണം നട്ടു കൊടുക്കാനായിട്ട്. തറഞ്ഞ മണ്ണിലോട്ട് നട്ട് കഴിഞ്ഞാൽ മണ്ണിൻ്റെ അടിയിലാണല്ലോ കൂർക്ക ഉണ്ടാവുക. അപ്പോൾ അത് ഉണ്ടാവാനുള്ള ഇളക്കം വേണം മണ്ണിന്. എന്നാലാണ് നമുക്ക് നല്ല നല്ല വലിയ കിഴങ്ങുകൾ ഉണ്ടായി കിട്ടുള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യാവുന്ന ഒരു പച്ചക്കറി കൂടിയാണ്. വളരെ കുറഞ്ഞ കാലയളവിൽ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ 3 മാസം കൊണ്ട് നമുക്കിത് പറിച്ചെടുക്കാനും പറ്റും. പറിച്ചെടുക്കാറാവുന്ന സമയത്ത് നമുക്കിങ്ങനെ കൊലയായിട്ട് ഒരു നീല കളർ പൂക്കളുണ്ടാവും. ആ സമയമാണ് കേട്ടോ അത് മൂത്തു എന്ന് നമ്മൾ പറിക്കാറായി എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് കൃഷി ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്